1991 മമ്മൂക്കയെയും രജനികാന്തിനെയും പ്രധാന താരങ്ങളാക്കി മണിരത്നം സംവിധാനം ചെയ്ത ദളപതി എന്ന് പറയുന്ന ചിത്രം വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ പ്രമോഷനൊന്നും കൂടാതെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 4ാമത്തെ ദിവസം ഇന്ന് ഈ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തമിഴ്നാട്ടിലെ ഇന്ന് ഈവനിങ് ആൻഡ് നൈറ്റ് കുറച്ച് ഷോകളുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. 4ാമത്തെ ദിവസവും നല്ല ഒക്യുപ്പൻസിൽ തന്നെയാണ് ഈ ഒരു ചിത്രം തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കുന്നത്. അവസാന 24 ഹവേഴ്സിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 10,000 അടുത്ത് ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. വലിയ പ്രൊമോഷനൊന്നും കൊടുക്കാതെയാണ് ഈ ഒരു സിനിമയെ തിയേറ്ററിൽ വീണ്ടും എത്തിച്ചത്. എന്നാൽ നല്ല രീതിയിലുള്ള കളക്ഷൻ ചിത്രത്തിന്റെ വേൾഡ് വൈഡിൽ നിന്നും നേടാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് 4 ദിവസങ്ങൾ കൊണ്ട് 2.5 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടു എന്ന് ട്രാക്കേഴ്സ് വിലയിരുത്തുന്നത്. ദളപതിയും കൂടെ തമിഴ്നാട്ടിൽ ഹിറ്റ് അടിച്ചതോടുകൂടെ രജനികാന്തിന്റെ ഒട്ടനവധി സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാത്തിരിക്കാം കൂടുതൽ രജനികാന്ത് മൂവി റിലീസ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.